നമുക്ക് സുഖമില്ല, എല്ലാവരും സഹായിക്കും. എനിക്ക് അസുഖം ബാധിച്ച് 3 വർഷമായി. മുമ്പ് മലബാർ ക്യാൻസർ ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓവറിലായിരുന്നു. അതിനുശേഷം കിഡ്നിക്കൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട്. അങ്ങനെ മേജർ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഇപ്പം അസുഖം പ്രാപിച്ച് വന്നത് കിഡ്നിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് വീണ്ടും ഇവിടെ ഭയങ്കര ബഡ്ജറ്റാണ് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ. എനിക്ക് 2 കുട്ടികളാണ്. ഭർത്താവ് മത്സ്യത്തൊഴിലാളികളാണ്. കുട്ടികളൊന്നിച്ച് ജീവിച്ചിട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല. അവർക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. ഇതിനെല്ലാവരും ഒന്ന് സഹായിക്കണം, പ്രാർത്ഥിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വർഷമാണ് പ്രിയപ്പെട്ടവരെ, വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. 2 പെൺകുട്ടികളുടെ മാതാവായ ബബീഷ എന്ന സഹോദരിക്ക് പിടിപെട്ടിട്ടുള്ളത് യൂട്രസിൽ ക്യാൻസർ ആണ്. അതുമായി ബന്ധപ്പെട്ട് കിഡ്നിയും തകരാറിലായി കിടക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ കടപ്പുറം ഭാഗത്ത് താമസിക്കുന്ന ബബീഷ എന്ന 2 പെൺകുട്ടികളുടെ മാതാവിന് പിടിപെട്ടിട്ടുള്ളത് ക്യാൻസർ എന്ന മാരകമായ രോഗമാണ്. അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഈ കുടുംബത്തിന് ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് സഹായം അഭ്യർത്ഥിച്ചു വന്നിട്ടുള്ളത്. നാട്ടുകാരും കുടുംബങ്ങളും 15 ലക്ഷത്തോളം രൂപ ഈ സഹോദരിക്ക് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞു. ഇനിയും 10 ലക്ഷം രൂപയോളം കണ്ടെത്തേണ്ടതുണ്ട്. നിങ്ങളിലാണ് ആ കുഞ്ഞുങ്ങളുടെ പ്രതീക്ഷ. നിങ്ങൾ കൈവിട്ടാൽ ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മ നഷ്ടപ്പെട്ടു പോകും. ഒരു അമ്മയില്ലാതെ ഈ 2 മക്കൾ ജീവിക്കുന്ന അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. വല്ലാത്ത പ്രയാസമായിരിക്കും. ലോകമെമ്പാടുമുള്ള മലയാളികളായ നന്മ നിറഞ്ഞ കാരുണ്യ മനസ്സുകളായ നിങ്ങൾ എല്ലാവരും ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനോടൊപ്പം നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം ചെയ്തു കൊടുക്കണം. ഈ വീഡിയോ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം. ഈ സഹോദരിയുടെ ചികിത്സാ കമ്മിറ്റിയും നാട്ടുകാരും നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. 10 ലക്ഷം രൂപ വേണം, നിങ്ങൾ സഹായിക്കണം. നമുക്ക് ഈ 2 മക്കളുടെ അമ്മയെ നമുക്ക് തിരിച്ചു നൽകണം. എല്ലാവരും ഏറ്റെടുക്കണം. മാക്സിമം ഷെയർ ചെയ്യണം, പ്രാർത്ഥിക്കണം, സഹായിക്കണം. പേര് അജിത് കുമാരൻ, ഇവരുടെ വാർഡ് കൗൺസിലറും കൂടിയാണ്. ബബീഷയുടെ ചികിത്സാ കമ്മിറ്റിയുടെ മെമ്പറും കൂടിയാണ്. അപ്പം നമ്മൾ ബബീഷയ്ക്കും വേണ്ടി കഴിയുന്നതും നല്ലവരായ മനസ്സിൽ ജനങ്ങൾ ഇവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബബീഷ എൻ്റെ ഒരു കൂട്ടുകാരി കൂടിയാണ്. 3 വർഷമായി ബബീഷ ഈ രോഗത്തിൽ പെട്ടിട്ട്. 2 കുട്ടികളുടെ അമ്മയാണ്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി കുടുംബമാണ് ബബീഷ. നമുക്കറിയാം, മത്സ്യത്തൊഴിലാളികൾ എന്ന് വെച്ചാൽ അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് മത്സ്യത്തൊഴിലാളികൾ. അപ്പം ഈ ഒരു രോഗം കൂടി അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ കുടുംബത്തിന്. അപ്പം നിങ്ങളാൽ കഴിയുന്ന നമ്മളൊരു വാട്സപ്പ് കൂട്ടായ്മയൊക്കെ നാട്ടുകാരൊക്കെ കൂടിയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് കൊടുക്കേണ്ട മാക്സിമം എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇനിയും പൈസ വേണം നമുക്ക്. ഇനിയും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ബബീഷയെ സഹായിക്കണം എന്ന് മാത്രമാണ്. ബബീഷ 3.5 വർഷത്തോളമായി ട്രീറ്റ്മെന്റിൽ ഈ ക്യാൻസർ ബാധിച്ചിട്ട്. അപ്പോൾ തുടക്കം മുതലേ നമ്മൾ ഹോസ്പിറ്റലിൽ മാറി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വീണ്ടും ക്യാൻസറിന്റെ അണുക്കൾ ബ്ലഡിൽ കലർന്നത് കാരണം കൊണ്ട് ഹെഗ്ഡെ ഹോസ്പിറ്റൽ മാംഗ്ലൂർ ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുകയാണ്. ഒരു ഭാരിച്ച സംഖ്യ ചെലവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഉദാരമതികളായ